ഇന്ന് എൻ്റെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ ഒരുപാട് മിസ് ചെയ്ത ഒരു ദിവസമായിരുന്നേ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് കാനഡ ഡേ ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി അതായത് എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി പോകുന്ന സീനാണേ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്നൊരു അമളിയും പറ്റി. ഇത് കിച്ചനർ ഡൗൺ ടൗൺ ഏരിയയാണ് ഞങ്ങളുടെ ഒരു നൈറ്റ് ഏരിയ. ഈ ഇത്രയും രാത്രി അതായത് ഇതൊരു 10 മണിയാണ്. 10 മണിക്കൊക്കെ ഇവിടെ ഇത്രയും തിരക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും കിച്ചനർ ഇത്തിരി അല്ല, കാനഡ പൊതുവെ അത്ര ആൾക്കാരില്ലല്ലോ. അപ്പോൾ ഇത്രയും ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള സമയങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. ഇതൊക്കെ ഈ സൈഡിലുള്ള അതായത് ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ കുറച്ച് കോൺസേർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പടക്കം പൊട്ടിക്കണ കാണാൻ വേണ്ടി പോയതും എല്ലാവരും കൂടി കൂട്ടത്തോടെ ചമ്മിയ ഒരു സീനായിരുന്നു ഇന്ന്. ഞാൻ എൻ്റെ മാക്സിമം സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു സ്റ്റേജ് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഒരു കോൺസേർട്ട് നടക്കുക. കൂടുതലും ഇവിടെ കൺട്രി മ്യൂസിക്കാണ്. നമ്മളുടെ നാട്ടിലെ ഇത് ഇത്രയും തിരക്ക് കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ വൈബ് കിട്ടി കേട്ടോ. പക്ഷേ നമ്മളുടെ പാട്ടുകളും അതൊന്നുമില്ല. ഇവരുടെ വളരെ കാമായിട്ടുള്ള കൺട്രി മ്യൂസിക്കൊക്കെയാണ് അവരുടെ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും തിരക്ക് ഈ കാനഡയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് പിന്നെ മോളിലൊക്കെ കണ്ടോ, ഇതാണ് ഞങ്ങൾക്ക് പറ്റിയൊരു അമ്മിളി കേട്ടോ. അവർ കൗണ്ട് ഡൗൺ പറഞ്ഞിട്ട് എല്ലാവരും കൂടി മുകളിലേക്ക് നോക്കുമായിരുന്നു. പക്ഷേ ചുറ്റും ബിൽഡിംഗ് ആയതുകൊണ്ട് ആയിരിക്കും കാണാൻ പറ്റില്ല. ഈ സീൻ എല്ലാവരും കൂടി ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഓടുക കേട്ടോ. ഞാനും ഓടി കൂടെ. എന്നിട്ട് ഫൈനലി നല്ലൊരു വിഷ്വൽ എനിക്ക് എടുക്കാൻ പറ്റി. ഇനി കുറച്ച് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഫയർ വർക്ക്സ് ആണ് കേട്ടോ. ഫൈനലി എല്ലാം കഴിഞ്ഞു. എല്ലാ പെരുന്നാളും കഴിയുന്ന പോലെ. പിന്നെ അവസാനം ഐസ്ക്രീമില്ലാണ്ട് ഒരു വൈൻഡിങ് അപ്പ് ഇല്ലല്ലോ, ഒരു കലാശക്കൊട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ക്യൂ നിൽക്കുമായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. കണ്ടോ, എനിക്ക് ഇവിടുത്തെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് സെയിം ഇത് തന്നെയാണ്, പക്ഷേ ടോപ്പിംഗ് പല പല കളർ, അതായത് ഫ്ലേവറിൽ അവർ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു.